PV ഞാനല്ല എന്ന് പറഞ്ഞ ആളിന് ഇന്ന് ഞാനാണ് PV എന്ന് പറയേണ്ടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി ഇന്ന് അസംബ്ലിയിൽ ഒരു ജനപ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ അവസാനം KK രമ വന്നു. KK രമ ഇത് അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഈ വിഷയത്തെ സമഗ്രമായി അസംബ്ലിയിൽ അവതരിപ്പിച്ച ആൾ PT തോമസ് കഴിഞ്ഞാൽ അത് KK രമയാണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞു, ഇത് പിണറായി വിജയൻ്റെ വാട്ടർലൂ ആണ്. അന്ന് താങ്കളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞാണ്, ഇത് പിണറായി വിജയൻ്റെ വാട്ടർലൂ ആണ്. ഒരു കോടതിയുടെ ഉത്തരവ് വേണ്ട. ഒരു പൗരന് അനീതി കണ്ടാൽ അത് നിയമവിരുദ്ധമായൊരു സംഗതിയാണെന്ന് തോന്നിയാൽ അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഭരണ സംവിധാനത്തെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. ജനങ്ങളുടെ കണ്ണ് കെട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതെന്തിനാ KMRL കൊണ്ടുപോകുന്നത്? അതെന്തിനാ KMML കൊണ്ടുപോകുന്നത്? അതെന്തിനാ CMRL കൊണ്ടുപോകുന്നത്? ഇതിന് മണൽ കമ്പനികൾ വരണം. CWC പറയുന്നുണ്ടത്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നുണ്ട്. 2018 പ്രളയത്തിൽ CWC അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ഈ കക്കി ഡാം ഉൾപ്പെടെയുള്ള ഡാമുകൾ ഉപയോഗപ്പെടുത്താതെ ഈ വെള്ളം മുഴുവൻ തുറന്നു വിട്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങേയറ്റം ഗൂഢാലോചനയാണ്, ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസാണിത്. ഇതിനകത്ത് ജെയ്ക്ക് ബാലകുമാറിൻ്റെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറും KPMG ഒക്കെ കളിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമാണ് കരിമണൽ ഖനനം. മാസപ്പടി വിഷയത്തിലൂടെ ഉയർന്നു വന്ന ഈ വിഷയം സംസാര വിഷയമാകാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ ഇന്ന് കടന്നു പോകുന്നില്ല. തോട്ടപ്പള്ളിയിലെ ഖനനത്തിനിടെ അവിടെ പ്രക്ഷോഭം തുടങ്ങിയിട്ട് 1000 ദിനം കടന്നു കഴിഞ്ഞു. മുഖ്യനും കൂട്ടാളികളും ചേർന്ന് കരിമണൽ വിറ്റ് സ്വന്തം ഖജനാവ് വീർപ്പിക്കുമ്പോൾ ഒരു ജില്ല തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയിലാണ്. സ്വന്തം നാട് വിറ്റുമുടിച്ചാണ് പിണറായിയുടെ യാത്ര എന്നർത്ഥം. ഇതിനിടയിൽ ഈ അനധികൃത ഖനനത്തിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ നേതാവ്, അതായത് വൈസ് ചെയർമാനായ B. ഭദ്രൻ ചില നടുക്കുന്ന സത്യങ്ങൾ ക്രൈം ചാനലിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. TVTPN എന്ന ചാനലിൽ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ TP നന്ദകുമാറിനോട് സംസാരിക്കവെയാണ് ഈ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഒരു സമരസമിതിയാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. എൻ്റെ നേതാക്കന്മാരിൽ ഒരാൾ ഞാനാണ്. പക്ഷേ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ജനറൽ കൺവീനർ R. അർജുനാണ്. പിന്നെ ഒട്ടനവധി നേതാക്കന്മാർ, നാസർ ആറാട്ടുവഴിയെ പോലുള്ള ആളുകളൊക്കെ ഈ സമരത്തിലുണ്ട്. അപ്പോൾ ഈ 1000 ദിവസത്തെ അനുഭവം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അന്ന് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഇന്ന് സത്യമായി ഭവിച്ചിരിക്കും. ഒരുപക്ഷെ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്ന് താങ്കളുടെ ചാനൽ ഞങ്ങളെ സഹായിക്കേണ്ടായി. അന്ന് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഇന്ന് സത്യമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു, പകൽ പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നു. PV ഞാനല്ല എന്ന് പറഞ്ഞ ആളിന് ഇന്ന് ഞാനാണ് PV എന്ന് പറയേണ്ടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി ഇന്ന് അസംബ്ലിയിൽ ഒരു ജനപ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മൈക്ക് ഓഫ് ചെയ്യുന്നു, ആക്രോശിക്കുന്നു. ഈ സാഹചര്യമാണിന്ന് നിലനിൽക്കുന്നത്. ഞങ്ങളുടെ സമരങ്ങളെ, ഞങ്ങളുടെ പ്രക്ഷോഭങ്ങളെ മുഴുവൻ പോലീസിനെ ഉപയോഗിച്ച്, കള്ളക്കേസ് ഉപയോഗിച്ച് നേരിടുകയുണ്ടായത്. 2,50,000 രൂപ ഞങ്ങൾ കോടതിയിൽ പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കേസിൽ. 22 കേസുകൾ ഞങ്ങൾക്കെതിരെ ചുമത്തുകയുണ്ടായി. ഭീകരമായ പോലീസ് മർദ്ദനം, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭീകരമായ പോലീസ് മർദ്ദനം ഈ സമരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത കേസ് ലോകായുക്തയിൽ കേസ് കൊടുത്തു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കേസ് കൊടുത്തു, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. അവിടെ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ
ഈ കേസുമായി പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നു വരികയാണ്. സമരങ്ങൾ, എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര കളക്ട്രേറ്റ് മാർച്ചുകൾ, എത്രയെത്ര പ്രകടനങ്ങൾ, പൊങ്കാല സമരം പോലെയുള്ള സമരങ്ങൾ, അതേപോലെ തന്നെ പ്രതിഷേധ ധർണകൾ. ഞങ്ങളുടെ സമരപ്രവർത്തകരിൽ ഒരാളായിരുന്ന ശ്രീ സജീവൻ 83-ാമത്തെ ദിവസത്തെ സത്യഗ്രഹിയായിരുന്നു. CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ ആ പ്രദേശത്ത് നിന്ന് കാണാതായിരിക്കുന്നു. ഇതുവരെ അതിനെക്കുറിച്ച് കൃത്യമായൊരു അന്വേഷണം നടന്നിട്ടില്ല. ഒരമ്മ വേദനിച്ച് മരിക്കുകയുണ്ടായി. ഭാര്യയും മക്കളും ഇപ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു തങ്ങളുടെ ഗൃഹനാഥൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. എത്ര വലിയ നേതാക്കന്മാർ, സുമൈറ അബ്ദുലാലിയെ പോലുള്ള ആളുകൾ, മഹാരാഷ്ട്രയിൽ നിന്ന് സുമൈറ അബ്ദുലാലിയെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നു. KG താരയെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നു. VM സുധീരനെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. K സുധാകരൻ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നു. അഡ്വക്കേറ്റ് M ലിജു ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നു. അതേപോലെ തന്നെ എത്ര നേതാക്കന്മാരാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ KG താര, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ മെമ്പർ സെക്രട്ടറി ആയിരുന്ന, മുൻ ഇൻചാർജായിരുന്ന KG താരയെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ സമരവേദിയിൽ. ഇപ്പോൾ അവസാനം KK രമ വന്നു. KK രമ ഇത് അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഈ വിഷയത്തെ സമഗ്രമായി അസംബ്ലിയിൽ അവതരിപ്പിച്ച ആൾ PT തോമസ് കഴിഞ്ഞാൽ അത് KK രമയാണ്. അപ്പോൾ ഇതൊരു നിസ്സാര സമരമല്ല. ഇത് ഞാൻ അന്ന് പറഞ്ഞു, ഇത് പിണറായി വിജയൻ്റെ വാട്ടർലൂ ആണ്. അന്ന് താങ്കളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് പിണറായി വിജയൻ്റെ വാട്ടർലൂ ആണ്. ഈ കേസ് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഇത്രയും പ്രാധാന്യമുള്ള, ലോകത്ത് ഇത്രയേറെ തെളിവുകളോടുകൂടി നക്ഷത്രം പോലെ തെളിഞ്ഞു കാണുന്ന ഒരു കേസ് വേറൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. തോന്നുന്നുണ്ടോ താങ്കൾക്ക്? വേറെ ഏതെങ്കിലും ഒരു കേസ് ഇത്രയേറെ പ്രകടമായ തെളിവുകളുമായി നാട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് വസ്തുത. അതായത് താങ്കളെ ചവിട്ടി മെതിച്ചു എന്നുണ്ട്. താങ്കൾക്ക് അന്ന് എന്താണ് നേരിട്ടത്? പലർക്കും അവിടെ പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന് പറഞ്ഞു. താങ്കൾക്ക് എത്രമാത്രം മർദ്ദനമാണ് ഉണ്ടായത്? എന്നെ ലാത്തിയടിയാണ് ഏറ്റത്. എൻ്റെ പുറത്തും വയറ്റിലും അതുപോലെ തന്നെ എൻ്റെ കാലിലുമൊക്കെ കാല് തല്ലി ഓടിക്കാനുള്ള ശ്രമം നടന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഈ മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ട്, റോഡ് നിയമം ലംഘിച്ചുകൊണ്ട് ആ റോഡിലൂടെ വെറും 11.5 ടൺ മാത്രം കപ്പാസിറ്റിയുള്ള റോഡിലൂടെ 40-45 ടൺ ഭാരമുള്ള ടോറസുകൾ കടന്നു പോകുന്നതിനെ ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇത് കണ്ടപ്പോൾ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്തത് ശരിയാണ്. അവരാ ലോറിക്കാരെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഇതേപോലെ വീണ്ടും ലോറി മണ്ണ് കൊണ്ടുപോകാനായിട്ട് സന്നദ്ധരായിട്ട് അവിടെ വന്നു. അപ്പോൾ നമ്മൾ ചെന്നിട്ട് തടയാമെന്നുള്ള ധാരണയിൽ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു, ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ തടഞ്ഞു. അതിന് ഞങ്ങളവിടെ ഒരു ടാർപോളിനിട്ട് അവിടെ ഇരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പോലീസ് വന്നു. 20ഓളം പോലീസുകാർ വന്നു. വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ലാത്തി, ഫൈബർ ലാത്തി ഉൾപ്പെടെയുള്ള ലാത്തികളുണ്ടായിരുന്നു. ഇതെല്ലാമായിട്ടാണ് ഈ പോലീസ് വന്നത്. പോലീസ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുമായിട്ട് പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മളുടെ പുറയിലുണ്ടായിരുന്ന കരയോഗത്തിൻ്റെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന വിപിൻ വിശ്വംഭരൻ അടക്കമുള്ള ആളുകളെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ പ്രണവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ ഇവർ തല്ലി താഴെ ഇടുകയാണ് ചെയ്തത്. പോലീസ് തല്ലി താഴെ ഇട്ടു. അവസാനം ഇതിന് ചോദ്യം ചെയ്ത ചെയർമാനെ കഴുത്തിന് പിടിച്ചിട്ട് വണ്ടിക്കകത്തേക്ക് തള്ളി. അവസാനം ഞാൻ ഇടപെട്ടു. ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇതൊരു അധ്യാപകനാണ്. ഞങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല.
ഇന്നലെ ഞങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. ഇന്ന് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നോ, ഞങ്ങളെ തെറ്റുകാരായി കരുതുന്നത് എന്താണെന്ന് ചോദിച്ചു. അതൊക്കെ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കോടതി പോയി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കോടതിയുടെ ഉത്തരവ് വേണ്ട, ഒരു കോടതിയുടെ ഉത്തരവ് വേണ്ട. ഒരു പൗരന് അനീതി കണ്ടാൽ അത് നിയമവിരുദ്ധമായൊരു സംഗതിയാണെന്ന് തോന്നിയാൽ അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. അത് ഭരണഘടനാപരമായ അവകാശം മാത്രമല്ല, അത് കടമ കൂടിയാണ്. ഒരു കൊലപാതകം നടക്കുന്നത് കണ്ടതിന് തടയുന്നില്ലെങ്കിൽ അതും ഒരു കുറ്റകൃത്യമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ ഈ നാടിനെ ഇത്രയേറെ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു വിഷയത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് അവിടെ വന്ന് പറഞ്ഞാൽ മതി, മറ്റേ അമർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഈ സാറിപ്പം പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയാണ്. ഇതിനകത്ത് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയാണിത്. ഇതിനകത്തെ 9ാമത്തെ പേജിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നറിയാമോ? പൈസ വാങ്ങിച്ചവരുടെ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, എ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുണ്ട്. എ ഗോവിന്ദൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഓസി ഉണ്ട്, ഉമ്മൻചാണ്ടി സാർ, അതവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓസി കഴിഞ്ഞാൽ പിന്നുള്ളത് പി വി ആണ്. പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തലയാണുള്ളത്. ഇതിൽ പറയുന്ന പിണറായി വിജയൻ ഒഴികെയുള്ള നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ പണം വാങ്ങിയിട്ടുണ്ടെന്നും അത് പാർട്ടി ഫണ്ടിലേക്കാണ് മേടിച്ചതെന്നും അഡ്മിറ്റ് ചെയ്തെങ്കിലും ചെയ്തു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ പി വി ഞാനല്ലെന്നാണ് പറഞ്ഞത്. പി വി ഞാനല്ല. അതിനകത്ത് പറയുന്നത് എക്സാലോജിക് കമ്പനിയുടെ ഉടമയായ വീണയുടെ പിതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നും സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണെന്നും അതുകൊണ്ടാണ് ഇവർക്ക് കൺസൾട്ടൻസി ഒന്നും ചെയ്യാതെ യാതൊരു സേവനം ചെയ്യാതെ പണം കൊടുത്തതും എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത്? തീർച്ചയായും. അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തിട്ടുണ്ട് പണം, അതുപോലെ തന്നെ മീഡിയ ഹൗസസിന് കൊടുത്തിട്ടുണ്ട്, പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഭരണ സംവിധാനത്തെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. അവരുടെ ജനങ്ങളുടെ കണ്ണ് കെട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് പിണറായി വിജയൻ ഭരണത്തിൽ വന്നാൽ എല്ലാ അഴിമതിയും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി മകൾക്കോ അല്ലെങ്കിൽ അയാളെ സ്വന്തം പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പണം സമ്പാദിക്കുകയാണ് ഇതിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്വത്ത് എടുത്തിട്ട്. ശരി തന്നെയല്ലേ? ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ദുരന്തം എന്താണ്? അതാണല്ലോ നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ തീരം വൻതോതിൽ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആലപ്പുഴയുടെ തീരത്ത് പിന്നെ കരവെപ്പും കരയെടുപ്പും ഉണ്ടായിരുന്നു. അതായത് തീരശോഷണവും തീരപോഷണവും ഉണ്ടായിരുന്നു. ഇന്ന് തീരപോഷണം ഇല്ല, എങ്ങും കരവെക്കുന്നില്ല. നിങ്ങളത് വലിയഴീക്കൽ മുതൽ അങ്ങ് ചെല്ലാനം വരെ എടുത്താലും അവിടെ എന്തില്ല? കരവെപ്പെന്ന് പറയുന്നൊരു സംഗതിയില്ല. കരയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കരയെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ കരിമണൽ ഖനനമാണ്. കാരണം തീരരൂപീകരണ പ്രക്രിയയിൽ ഈ സാന്ദ്രതയേറിയ മണൽത്തരികൾക്ക് വലിയ പങ്കുണ്ട്. ഈ ലോഹമണൽത്തരികൾ ഇവിടെ വന്ന് അടിയുന്നു എന്നുള്ളത് തീരത്തിൻ്റെ പോഷണത്തിന്, തീരത്തെ സ്റ്റെബിലൈസ് ചെയ്യും, തീരത്തിന് കൂടുതൽ സ്ഥിരതയുണ്ടാക്കും. ആ സ്ഥിരതയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. ഇതൊരു പ്രത്യേകതരമായൊരു തീരരൂപീകരണ പ്രക്രിയ അഥവാ കോസ്റ്റൽ മോർഫോളജിയാണ് നമ്മുടെ തീരത്തുള്ളത്.
പിന്നെ ഈ ആലപ്പുഴയുടെ തീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മണൽ തീരമാണ്. ആലപ്പുഴയുടെ തീരത്ത് നിങ്ങൾക്ക് എവിടെയും പാറക്കെട്ടുകളില്ല. നമുക്ക് പാറക്കെട്ടുകൾ കാണാൻ കഴിയില്ല, ചെങ്കല്ലുകൾ കാണാൻ കഴിയില്ല, ചുണ്ണാമ്പ് കല്ല് കാണാൻ കഴിയില്ല. ഇവിടെ ഈ മണൽ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇത്രയേറെ വെള്ളക്കെട്ടുള്ള ഒരു ജില്ല വേറെ ഇല്ലല്ലോ കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സ്ഥലമല്ലേ ആലപ്പുഴ ജില്ല. അത് ബാക്ക് വാട്ടേഴ്സ് അല്ലേ, കായലല്ലേ ഏറ്റവും കൂടുതലുള്ളത്. ഈ കായലിൽ പ്രധാനപ്പെട്ട കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളും സമുദ്രനിരപ്പുമായി ഏറെക്കുറെ ഒരേപോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ എടവനക്കാട്, പുത്തൻവേലിക്കര, വൈപ്പിൻ ഇതൊക്കെ സമുദ്രനിരപ്പിന് ഏറെക്കുറെ തുല്യമാണ്. അത് കാരണമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തത്, ഈ പിന്നെ ഉപ്പുവെള്ളം കയറി വെയിൽ ദിന വെള്ളപ്പൊക്കങ്ങളുണ്ടായി. ഈ പ്രദേശങ്ങളെയൊക്കെ ദോഷകരമായി ബാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന ഈ പ്രദേശത്തെ ഈ തകർച്ചയിലേക്ക് തള്ളിവിടുന്നതാണ് ഈ ഖനനം. ഈ ഖനനം ഈ പൊഴിയിലൂടെ മണ്ണൊഴുകി വരുന്നതിനനുസരിച്ചിട്ട് എക്കലും ചെളിയും അടിയുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ വരമ്പുകൾ രൂപപ്പെടുന്നതിനനുസരിച്ചിട്ട് ഇതിനുള്ളിൽ മഡ് ബാങ്ക് ഉണ്ടാകും, ചാകര രൂപപ്പെടും. അത് ഈ ചെളിത്തട്ടുണ്ട്, കായലിൻ്റെയും കടലിൻ്റെയും ചെളിത്തട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന സമ്മർദ്ദ വ്യതിയാനത്തിനനുസരിച്ച് കടലിലെ ചെളിത്തട്ടിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളും ഇതുവഴി ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളിയും ഇതുമെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ചാകര രൂപപ്പെടുന്നത്. ഈ ചാകര എന്ന് പറഞ്ഞാൽ മഡ് ബാങ്ക് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത്. മീനൊക്കെ കൂടുതൽ കിട്ടുന്ന അതെ അതെ അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. മണൽത്തിട്ടല്ല, ചെളിത്തട്ടുകളുണ്ടാവുക. ചെളി കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കും. അവിടെയൊക്കെ ഈ മത്സ്യസമ്പത്തെല്ലാം കൂടെ കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ അവിടെ കടൽ എന്തായിരിക്കും, അല്ല കടൽ കയറി വരുന്നത് മാത്രമേ, കടൽ തിരമാലകളുണ്ടായിരിക്കത്തില്ല, കടൽ ശാന്തമായിരിക്കും. അപ്പോൾ ഇവിടെ മത്സ്യബന്ധനം നന്നായിട്ട് നടക്കും. അവിടെ ഒത്തിരി ധാരാളം വള്ളങ്ങളും തൊഴിലാളികളും എല്ലാം കൂടെ വരും, മത്സ്യത്തൊഴിലാളികളും എല്ലാം കൂടെ വരും. ചാകര എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ് മത്സ്യത്തൊഴിലാളികളുടെ. അവർ പലപ്പോഴും അവനെ വർഷം മുഴുവൻ കടലിൽ പോയി ഒന്നും കിട്ടാതെ വന്നിട്ട് അവൻ ദരിദ്രമായിരിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ലോട്ടറിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചാകര എന്ന് പറയുന്നത്. അവൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ചിലപ്പോൾ അപ്പോഴായിരിക്കും, വള്ളവും വലയും ചിലപ്പോൾ കടമെടുത്തതായിരിക്കും, അതിൻ്റെ കടം വീട്ടിൽ നിന്ന് അപ്പോഴായിരിക്കും. അവൻ്റെ പെണ്ണിൻ്റെ കഴുത്തിലൊരു ഒരു അല്പം പൊന്ന് കാണുന്നത് ആ സമയത്തായിരിക്കും. മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തുണിയും മണിയും ഒക്കെ വാങ്ങുന്നതും ആ സമയത്തായിരിക്കും. അത്തരത്തിലുള്ള ഒരു സമ്പന്നതയുടെ സംഗതിയാണ് ചാകര. പുറക്കാട്ട് കടപ്പുറത്ത് നിന്ന് ചാകര എന്നാണ് പാട്ട്. പുറക്കാട്ട് കടപ്പുറത്താണ് ഇപ്പോൾ ഇവിടെ മണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടപ്പള്ളി പുറക്കാട്ട് പഞ്ചായത്തിലാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, കുട്ടനാടെന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3.5 മീറ്റർ വരെ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണ് കുട്ടനാട്. ഈ കുട്ടനാടിൻ്റെ അതിർവരമ്പാണ് ഏത്, തോട്ടപ്പള്ളി പൊഴി, തീട്ടപ്പള്ളി സ്പിൽവേ. ഇതൊരു സേഫ്റ്റി വാൽവാണ്. ഈ സേഫ്റ്റി വാൽവ് ഇത് 1954 1954 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയാണ് ഇത് തുറന്നു കൊടുത്തത്. പിന്നീട് 1956 ഇത് പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ കനാലുകളും മറ്റ് അനുബന്ധ പ്രവൃത്തികളുമെല്ലാം നടത്തി. ഈ ഖനനം കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഇത് ഈ കുട്ടനാട് ഉപ്പുവെള്ളം കയറി നശിക്കും. ഇപ്പം തന്നെ 3000 ഹെക്ടർ സ്ഥലത്ത് 7500 ഏക്കർ സ്ഥലത്ത് കൃഷി കഴിഞ്ഞ 4 വർഷമായിട്ട് സാധ്യമല്ല. ഏകദേശം കുട്ടനാട് എത്ര ഏരിയ ഉണ്ട്? കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടനാട് 53,000 ഹെക്ടർ സ്ഥലമാണ് കുട്ടനാട്ടിലുള്ളത്. 53,000 കൃഷി സ്ഥലം. ഇത് പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു റംസാർ സൈറ്റാണ്.
പക്ഷി ജീവിതത്തിന് പ്രാധാന്യമുള്ള ഒന്നിനെയാണ് റംസാർ സൈറ്റ്. പക്ഷി ജീവിതത്തിന് പക്ഷി ജീവിതത്തിന് പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് റംസാർ സൈറ്റിനെ ആദ്യം പരികൽപ്പന ചെയ്തത്. അത് പിന്നീട് അതിനകത്ത് അവിടുത്തെ മറ്റ് ജീവജാലങ്ങളെയും മനുഷ്യജീവിതത്തെയും കൃഷിയെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റംസാർ സൈറ്റ് പരിരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള കൺസെപ്റ്റ് വന്നു. വന്യജീവി നിയമങ്ങൾ ഇതിന് ബാധകമാണ്. മറ്റ് എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ഈ റംസാർ സൈറ്റിന് ബാധകമാണ്. ഇന്ത്യയിൽ രണ്ടാമത്തെ റംസാർ സൈറ്റാണ് ഏത്? ഈ കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശം. ആദ്യത്തേത് സുന്ദർബാൻ ഏരിയ, ബംഗാളിലെ സുന്ദർബാൻ ഏരിയ, ഹൂഗ്ലി നദി അതുപോലുള്ള ആ പ്രദേശമാണ് സുന്ദർബാൻ ഏരിയ. അതേപോലത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഏത്? ഈ കുട്ടനാട് എന്ന് പറയുന്ന ഈ പ്രദേശം റംസാർ സൈറ്റാണ്. അപ്പോൾ അവിടെ പാതിരാമണൽ, കുമരകം, പാതിരാമണൽ, മംഗളവനം തുടങ്ങിയ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഇവിടെയുണ്ട്. അതിൽ 38% പക്ഷികളും ഇൻസെക്റ്റിവോറസാണ്, എന്ന് പറഞ്ഞാൽ കീടങ്ങളെ തിന്നുന്ന പക്ഷികളാണ്. അപ്പോൾ ഈ കീടങ്ങളെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗങ്ങളെ ചെറുക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന കീടങ്ങളെ ഈ പക്ഷികൾ തിന്നു നശിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രയോ വളരെ വലുതാണ്. ഇപ്പം 3000 ചതുരശ്ര കിലോമീറ്റർ വരും ഈ ഒറ്റ സ്ട്രെച്ചിൽ കിടക്കുകയാണ്. ഈ പിന്നെ തൃശ്ശൂരിലെ കരിനിലങ്ങൾ മുതൽ ഇവിടെ കൊല്ലത്തെ അഷ്ടമുടി കായൽ വരെയുള്ള പ്രദേശങ്ങൾ ഒന്നിനോടൊന്ന് തൊട്ട് കിടക്കുകയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് ഈ കരിമണൽ ഖനനം. അതുപോലെ തന്നെ ഇവിടുത്തെ വളരെ രുചികരമായ മത്സ്യസമ്പത്ത് ഇത് നശിച്ചു പോകും, കൃഷി നശിച്ചു പോകും. അപ്പം ഈ കുട്ടനാട് വെള്ളത്തിനടിയിലാവും. കുട്ടനാട് ഇപ്പം തന്നെ സമുദ്രനിരപ്പിന് താഴെയാണല്ലോ. ഈ വരമ്പെടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് ഈ തോട്ടപ്പള്ളിയിലെ വരമ്പങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 3.5 മീറ്റർ താഴെ കിടക്കുന്ന കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാൻ എന്താ തടസ്സം? എന്താ പേടി? ഇത് ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്ഥലമാണിത്. പിന്നെ തകഴി ചെമ്മീൻ എഴുതിയ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർജ്ജിമ ചെയ്യപ്പെട്ട ചെറുകഥയാണ്. തകഴിയുടെ ചെറുകഥയാണ്. അപ്പം അത്തരത്തിലുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അയ്യപ്പ പണിക്കർ, കാവാലം നാരായണ പണിക്കർ. ആധുനിക കാലത്ത് ഈ രഞ്ജി പണിക്കരെ പോലുള്ള തിരക്കഥാകൃത്തുകൾ, ഫാസിൽ, എത്ര ആളുകൾ, എത്ര നെടുമുടി വേണുചേട്ടൻ, ഇവരുടെ എല്ലാം പിന്നെ കേദാരഭൂവായിരുന്നില്ലേ ഇത്? ഇതല്ലേ കുട്ടനാടിലെ വള്ളംകളി, കുട്ടനാട്ടിലെ പാക്കറ്റ് ബോട്ടുകൾ, കൊതുമ്പ് വള്ളങ്ങൾ, മറ്റ് പാട്ടുകൾ, നാടൻ പാട്ടുകൾ. സംസ്കാരം കംപ്ലീറ്റ് നശിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ആ സംസ്കാരവും ആ പ്രദേശവും നശിക്കും, സമ്പത്തും നശിക്കും, ജനങ്ങളും അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇതിനെ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ലോകം മുഴുവൻ ഈ വെയിൽദിന വെള്ളപ്പൊക്കങ്ങളിൽ നിന്നും ആഗോള താപനത്തിൽ നിന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കടൽ വെള്ളം അകത്തോട്ട് കയറുന്നൊരു സ്ഥിതി. എല്ലാ നദീമുഖങ്ങളും അത്തരത്തിൽ സംരക്ഷിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ തീരം സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ്. കേരളം എന്ന് പറയുന്ന 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഉള്ള കരയാണുള്ളത്, സമതലമാണുള്ളത്. ഈ സമതല പ്രദേശങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഈ തീരം സംരക്ഷിക്കപ്പെടും. റോക്സി കോൾ മാത്യുവിനെ പോലെയുള്ള വളരെ ലോകപ്രശസ്തരായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ദശകത്തിൽ
ഈ ദശകത്തിൽ നാസയുടെയൊക്കെ കണക്കൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ ദശകത്തിൽ 7 സെൻറ്റിമീറ്ററോളം സമുദ്രനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ അത് 3.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഈ ദശകത്തിൽ അത് 7 സെൻറ്റിമീറ്റർ ആവാൻ സാധ്യതയുണ്ട്. കാരണം ആ ചൂട് കൂടും. എൽനിനോ പ്രതിഭാസം ഉണ്ടാവും. അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിലെ ഐസ് ഉരുകും, മഞ്ഞുരുകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സമുദ്രനിരപ്പ് ഉയരും. സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങൾ കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കരപ്രദേശങ്ങളിലേക്ക് കടൽ കയറി. അപ്പോൾ കുട്ടനാട് എന്ന് പറയുന്നത് വാനിഷ്ഡാവും. അപ്പോൾ അതിനു മുമ്പ് അതിനെ സംരക്ഷിക്കണ്ടേ? ലോകമെമ്പാടും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ലോകമെമ്പാടും പിന്നെ ജൈവ വേലികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മണൽ, ചില രാജ്യങ്ങളൊക്കെ മണൽ ഇറക്കുമതി ചെയ്തിട്ട് അവരുടെ തീരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സംയോജിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനു ഇവിടുന്ന് മണ്ണ് വാരിക്കൊണ്ട് പോകണം? നിങ്ങൾക്ക് സാൻഡ് ബൈപ്പാസിങ് നടത്തിക്കൂടെ? സാൻഡ് ബൈപ്പാസിങ് ഇവിടെ ഉണ്ടല്ലോ, വിശാഖപട്ടണത്തുണ്ടല്ലോ. വിശാഖപട്ടണം പോർട്ടിൽ നിന്ന് മണ്ണ് വാരുന്നുണ്ട്, ഹാർബറിൽ നിന്ന് മണ്ണ് വാരുന്നുണ്ട്, പോർട്ടിൽ നിന്ന്. അതിൻ്റെ തെക്കേ കരയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് വടക്കേ കരയിൽ ഇടുക ചെയ്യുന്നത്, എടുത്തെങ്ങും കൊണ്ടുപോകുന്നില്ല. തോമസ് ഐസക് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് മണലെടുക്കുന്നത് മാത്രമേ ഉള്ളെന്ന്. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് മണലെടുക്കുന്നത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതെന്തിനാ KMRL കൊണ്ടുപോകുന്നത്? അതെന്തിനാ KMML കൊണ്ടുപോകുന്നത്? അതെന്തിനാ CMRL കൊണ്ടുപോകുന്നത്? ഇതിന് മണൽ കമ്പനികൾ വരണം. എന്തിനത് CMRL മറിച്ചു കൊടുക്കണം? CMRL കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്തിട്ട് എന്തിന് തിരിച്ച് KMML കൊണ്ടുവരണം? ഒരു ടണ്ണിന് ഒരു ലോറിക്ക് അല്ല 26 ലക്ഷം. ആ എന്നാ മനോരമ പറയുന്നു ഒരു ടണ്ണിനാണോ? ഒരു ടണ്ണിന് ഒരു ടണ്ണിന് ഈ കണക്ക് ലോഡിന് 27 ലക്ഷം രൂപയായിരുന്നു നിരക്ക്. ഇത് ഇന്നത്തെ മനോരമയല്ലേ? നമ്മൾ അന്ന് പറഞ്ഞ കാര്യമല്ലേ മനോരമ ഇന്ന് പറയുന്നത്? CMRLനും കിട്ടി കോടികൾ, തോട്ടപ്പള്ളി മണൽ വാരൽ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് വാരിക്കൊണ്ട് പോവല്ലേ? ഇപ്പോൾ ഈ നമ്മൾ നടത്തുന്ന കഴിഞ്ഞ 1000 ദിവസം തികയാണ് മാർച്ച് 5 അല്ലേ? അപ്പോൾ ഇതുവരെ നടത്തിയ സമരം 100% സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു എന്നുള്ളതല്ലേ ഇപ്പം? അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഫുൾ സപ്പോർട്ട് ഈ സമരത്തിന് കിട്ടിയിട്ടില്ല. CPI ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ സമരത്തെ ഒറ്റുകൊടുത്തിട്ട് തിരിച്ചു പോയ ആളുകളാണ്, ചതിയന്മാരാണ്. CPM ഇതിനകത്ത് കാണിക്കുന്ന നിലപാട്, CPMലെ സാധാരണ മനുഷ്യർ ഒരു പക്ഷേ ഈ സമരം വളർന്നു വരണം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നേതാക്കന്മാർ ഇതിനെ വലിയ കച്ചവടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കളവല്ലേ പറയുന്നത്? എന്ത് ക്രെഡിബിലിറ്റിയാണ്? ഈ കൂട്ട് നിൽക്കണ്ട, ഈ നാട്ടുകാരെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാൽ മതി. ചെറുപ്പക്കാരോട് എന്താ പറഞ്ഞത്? പോലീസ് വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ജോലി കിട്ടത്തില്ല. പാസ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ വേണം. കേസുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. നിനക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെന്ന് ഒരു പക്ഷേ നിനക്ക് ആഗ്രഹം കാണത്തില്ല, പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണും. അവരുടെ കണ്ണീരൊപ്പം നീ മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ചും കണ്ടും നടക്കണം. ഇതുപോലുള്ള വേലകളൊക്കെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുത്തേ. അവിടെ ഉത്സവങ്ങൾ നടത്താൻ ചെറുപ്പക്കാർക്ക് വേണ്ടുന്ന ഒത്താശകളും പണവും കൊടുത്തു വരും. തൊഴിലാളി യൂണിയനുകളെ ഉപയോഗിച്ച് ഹാർബറുകളിൽ നിന്ന് മണൽ വാരാൻ. ഈ സജീവൻ എവിടെ പോയി? സജീവൻ 83-ാം ദിവസത്തെ നമ്മുടെ സത്യഗ്രഹി. ഈ മനുഷ്യൻ CPMൻ്റെ അവിടുത്തെ ഒരിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ലോക്കൽ കമ്മിറ്റി അല്ല, ബ്രാഞ്ച് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണല്ലോ വന്നിരിക്കുന്നത്. എനിക്ക് അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ പറ്റുന്നൊരു ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ.
മറിച്ച് അദ്ദേഹം 83-ാം ദിവസം ഞങ്ങളുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിന് 1-2 ആഴ്ചക്ക് മുമ്പ് തന്നെ നമ്മളുടെ സമരത്തോട് അനുഭാവം പുലർത്തുകയും അവിടെ വന്നിട്ട് നമ്മളോടൊക്കെ സംസാരിക്കുകയും അങ്ങനെ 83-ാം ദിവസം അദ്ദേഹം സത്യഗ്രഹിയായിട്ട് അവിടെ വന്നു. അത് എന്നിട്ട് നമ്മളോട് പറഞ്ഞു, എൻ്റെ പാർട്ടിക്കെതിരായിട്ടാണ് ഞാൻ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ സ്വതവേ വലിയൊരു പിന്നെ ഒരു എടുത്തിയാട്ടോ ബഹളമോ എന്നുള്ളൊരു മനുഷ്യനല്ല. ശാന്തമായി, വളരെ ശാന്തമായി, വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയമൊക്കെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ സാമൂഹ്യ ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഈ പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്താണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാമോ? അത് ഒരു അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടുന്ന കാര്യമല്ലേ? ഇതുവരെ യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. യാതൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന പോലീസ് നായ 8-ാം ദിവസം അവിടെ പോലീസ് നായ വന്നത്. എല്ലാ തെളിവുകളും പോയി, മഴയും പെയ്ത് കഴിഞ്ഞിട്ടാണ് പോലീസ് നായ വന്നത്. പോലീസ് നായ വന്നിട്ട് നമ്മുടെ സമരപ്പന്തലിലൊരു പട്ടിയുണ്ട്, അത് പോയ സ്ഥലങ്ങളിലെല്ലാം പോയി മണത്തിട്ടിങ്ങി തിരിച്ചു പോരുന്നു. പറഞ്ഞു മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് പിന്നെ 89 പേര് ഒരു റോഡുണ്ട്, ഹാർബറിലേക്കൊരു റോഡ്, അതിലൂടെ 89 വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫോട്ടോ അവിടുത്തെ പിന്നെ CCTV ക്യാമറയിലുണ്ട്. പക്ഷേ ഇത് പിന്നെ അത് പ്രത്യേകതരം ക്യാമറ അല്ലാത്തത് കൊണ്ട് നമ്പർ പ്ലേറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ലെന്നാണ് ആര് പറയുന്നത്? പോലീസ് നമ്മളോട് പറഞ്ഞ അങ്ങനെയാണ്. എന്തൊക്കെ വാഹനങ്ങളാണ് പോയതെന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു വിധമായ തെളിവുകളും അവർ തന്നിട്ടില്ല. അതിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അവസാനം ഭാര്യ ഹേബിയസ് കോർപ്പസ് കൊടുത്തതിനെ തുടർന്നിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നതുപോലും. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം കടലിൽ കാണാതായിട്ടുണ്ടാവാം, ഞങ്ങൾ അന്വേഷണം നിർത്തിയിട്ടില്ല, ഞങ്ങൾ മകൻ്റെ DNA സംഗതികളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഡിജിറ്റൽ തെളിവുകളായി ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഇദ്ദേഹത്തെ കണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് കൊടുത്ത്. അങ്ങനെയാണ് സജീവൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങളുടെ കിടപ്പ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.